ഇറാനും അമേരിക്കയും തമ്മിൽ സ്വിറ്റ്സർലൻഡിൽ നിർണായക ചർച്ച നടക്കാനിരിക്കെ ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനിലെ ഇസ്രായേൽ ആക്രമണത്തെ പിന്തുണയ്ക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി വന്നിരിക്കുന്നു. അത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പി ജെയിംസ് തത്സമയം വരുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ് ജെയിംസ്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇന്ന് എന്തോ ലോട്ടറി അടിച്ചോ? വലിയൊരു സന്തോഷം. എന്നും സന്തോഷമാണ് എസ്കേൻ. ബി ഹാപ്പി ആൻഡ് പീസ്ഫുൾ. നമ്മുടെ കോട്ടിനുള്ളിൽ കിടക്കുന്ന ഉടുപ്പ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് എവിടുന്ന് വാങ്ങിച്ചു? അല്ല, അത് കുറച്ചു കാലമായി. കേരളത്തിൽ നിന്ന് തന്നെയാണ്. മുണ്ടുപെട്ടിയിൽ ഇരുന്നല്ലേ പഴയത്? അതെ അതെ. ഓക്കെ, അപ്പൊ പഴയതൊക്കെ ഒന്ന് പുറത്തെടുക്കണം. കൊള്ളാം. ആ കൂടെ ഒരു ആന ചന്തമുണ്ട്. കൊള്ളാം. ഓക്കെ, ഇനി നമുക്ക് ന്യൂസിലേക്ക് വാർത്ത. എസ്കേൻ, കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്, ഒരുപക്ഷെ ലോകം മുൾമുനയിൽ നിൽക്കുന്ന ഒരു നിർണായക ദിനം കൂടിയാണെന്ന്, പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് ചർച്ച നടക്കാനിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വളരെ നിർണായകമായ ചർച്ചയാണ്. ഈ ചർച്ച പരാജയപ്പെട്ടാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് അമേരിക്ക കയറി ആക്രമിക്കുമെന്നാണ്. ഇപ്പം നിലപാടിൽ അല്പം മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ആക്രമണത്തിന് ഉള്ള ബേസുകൾ കൊടുക്കാൻ സൗദി അറേബ്യയും അതുപോലെ തന്നെ UAEയും മടി കാണിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ പറയുന്നത് അങ്ങനെ വന്നാൽ ഇസ്രായേൽ ഇറാനിൽ നടത്തുന്ന ആക്രമണത്തിന് പിന്തുണ നൽകും എന്നാണ് അമേരിക്ക പറയുന്നത്. അമേരിക്കയുടെ 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ ഇറാന്റെ അടുത്ത് കിടക്കുകയാണ്, മറ്റത് എത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി യുദ്ധക്കപ്പലായിട്ടുള്ള ജെറാൾഡ് ഫോർഡ് എന്ന് മാത്രമല്ല, ഈ എബ്രഹാം ലിങ്കൻ എന്ന ഇറാന് തീരത്ത് കിടക്കുന്നതിൽ 90 യുദ്ധവിമാനങ്ങളും പുതുതായിട്ട് എത്തുന്നതിൽ 75 യുദ്ധവിമാനങ്ങളുണ്ട്. എബ്രഹാം ലിങ്കനിൽ മാത്രം 6000-ഓളം പേരാണ് നാവികസേനയും മറ്റുള്ളവരായിട്ട് അതിലുള്ളത്. ഇതുകൂടാതെ ഗൾഫിലെ 8 താവളങ്ങളിലായി US സേനാ താവളങ്ങളിലായി 40,000-ഓളം സൈനികരുണ്ട്. എന്ന് മാത്രമല്ല, അവര് ഇപ്പോൾ ജോർദൻ, അവിടെ അമേരിക്കയുടെ ബേസ് ഉള്ളതാണ്, അവിടേക്ക് ഫൈറ്റർ ജെറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള അനുമതിയായി ഫൈറ്റർ ജെറ്റുകൾ വരുന്നു, ഡിസ്ട്രോയേഴ്സ് വരുന്നു. ഇപ്പോൾ ജോർദൻ, സൗദിയും UAEയും പുതുതായിട്ട് ഇതിനെ അനുവദിക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ മാറ്റങ്ങളെ കാണേണ്ടി വരും. വലിയ രീതിയിൽ അവർ പട കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. ഒരുപക്ഷെ ഇസ്രായേലിനെ കൊണ്ട് ആക്രമിപ്പിച്ച് പിന്നിൽ നിന്ന് പിന്തുണ നൽകുന്ന രീതിയായിരിക്കും അമേരിക്ക നടത്തുക. കാരണം അമേരിക്ക കയറി ആക്രമണത്തിന് പോയാൽ തങ്ങളൊക്കെ എതിർക്കുമെന്ന് സൗദി അറേബ്യയും ബഹ്റൈനും അതുപോലെ തന്നെ UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ അടക്കമുള്ള സഖ്യകക്ഷികളായിട്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് അല്പം പിൻവാങ്ങേണ്ട അവസ്ഥയാണ്. അതുകൂടാതെയാണ് ചൈന ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അറബ് രാജ്യങ്ങൾ ഒരു തരത്തിലും അമേരിക്കയോട് ചേർന്ന് ആക്രമണത്തിന് പോകരുതെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ ഇറാനോട് നടത്തുന്ന സംസാരത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട് എസ്കേൻ. ഇറാനിൽ നിന്ന് ചൈനയിലേക്ക് എണ്ണ കൊടുക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ചൈനയെ നേരിട്ട് യുദ്ധത്തിന് വിളിച്ചു വരുന്നതിന് തുല്യമാണ്. വെനസ്വേലയിൽ നിന്ന് 80% കിട്ടിക്കൊണ്ടിരുന്നത് ചൈനയ്ക്കാണ്, അത് തടഞ്ഞു. ഇനി ഇറാനും കൂടി തടഞ്ഞാൽ ചൈന വെറുതെ ഇരിക്കില്ല. അപ്പോൾ ആ ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ എസ്കേൻ. അതിനിടയിലാണ് ഇസ്രായേലും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമ്പോഴാണ് ഇസ്രായേലിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നു എന്ന വാർത്ത വരുന്നത്. ഫെബ്രുവരി 25-26 തീയതികളിലാണ് പ്രധാനമന്ത്രി പോകാനിരിക്കുന്ന ഐതിഹാസികമായ യാത്ര എന്ന് പറയുന്നത്. പക്ഷേ യുദ്ധം തുടങ്ങിയാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോകുമോ ഇല്ലോ എന്നറിയില്ല. അതുകൊണ്ട് ഇത് വളരെ നിർണായകമായ ദിവസമാണ്. ഈ ചർച്ച പരാജയപ്പെട്ടാൽ പശ്ചിമേഷ്യയിൽ നമ്മളെയൊക്കെ എന്താ പറയുക ആശങ്കപ്പെടുത്തിക്കൊണ്ടൊരു യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്നാണ് തെളിയുന്നത്. എസ്കേ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.